ഏതാനും വർഷങ്ങളായി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ എതിർക്കുന്ന തൽപര കക്ഷികളുടെ വക്കാലത്തുമായി പ്രത്യക്ഷപ്പെടാറുള്ള ഫാദർ പോൾ തേലേക്കാട്ട് വീണ്ടും സഭയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പി.സി. ജോർജിനെതിരെ എന്ന മട്ടിൽ സഭയുടെ പിതാക്കന്മാരെ എതിർത്തും ലഹരി പ്രണയക്കെണികളെ വെള്ളപൂശുകയും ചെയ്യുന്ന വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ അത്യാദരവോടെ കാണുന്ന പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ഇടവകയിലെ ദൈവജനത്തിന് നൽകിയ നാർക്കോട്ടിക് ജിഹാദ് ഗുണദോഷത്തെ ആ ശബ്ദപരിധിയിൽ മുഴങ്ങി ഒതുങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ പിതാവിൻ്റെ വാക്കുകൾക്ക് കനത്ത മൈലേജ് ഉണ്ടാക്കി കൊടുത്തതും കത്തോലിക്ക സഭയ്ക്ക് വെളിയിൽ ഇതര ക്രൈസ്തവ സഭകളെ കൂടി പിതാവ് വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെ ചർച്ച ചെയ്യാനും തുറന്ന മനസ്സോടെ ഏറ്റെടുക്കാൻ പ്രേരകമായതും ചിലർ അതിനെതിരെ നടത്തിയ ഭീഷണികളും അധികാര കൊതിയന്മാരായ ഇടത് വലത് രാഷ്ട്രീയക്കാരെ അണിനിരത്തിക്കൊണ്ട് അവർ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷമാണ്. വർഷങ്ങൾ ചിലത് കഴിഞ്ഞെങ്കിലും കല്ലറങ്ങാട്ട് പിതാവ് കൊളുത്തിയ തീക്കനലുകൾ നീറിക്കത്തുന്നതിൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ ലഹരിക്കണിക്കൊപ്പം പ്രണയക്കെണിയെക്കുറിച്ചും കാര്യഗൗരവമുള്ള മുന്നറിയിപ്പ് പ്രസ്താവനകളുമായി പി.സി. ജോർജ് രംഗത്ത് വന്നത്. പി.സിയുടെ വാക്കുകളെ ക്രൈസ്തവ സഭ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ലവ് ജിഹാദ് ചർച്ചയാവുകയും ചെയ്തതോടെ അടപടലം പെട്ടുപോയവർ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ലവ് ജിഹാദ് ഇല്ലെന്ന് വരുത്തി തീർക്കാൻ നടത്തിയത് ജീവൻ മരണ കസർത്തുകളായിരുന്നു. ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാർ അറിഞ്ഞെങ്കിൽ അത് പോലീസിനോട് പറയുകയാണ് വേണ്ടത്, അല്ലാതെ സമൂഹത്തിലേക്ക് ഉണ്ടാക്കുകയല്ല വേണ്ടതെന്ന മൂന്നാംകട ഭാഷാപ്രയോഗം നടത്തി പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഫാദർ പോൾ തേലേക്കാട്ട് ഇപ്പോൾ സഭാപിതാക്കന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇസ്ലാം ഹിന്ദു മതസ്ഥരോട് സൗഹാർദ്ദത്തോടെ പോകാൻ തന്നെയാണ് ക്രൈസ്തവരുടെ ആഗ്രഹമെന്നുള്ള ഫാദർ തേലേക്കാടൻ്റെ പോയിൻ്റ് ക്രൈസ്തവരെല്ലാം സമ്മതിക്കും. പക്ഷേ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ക്രൈസ്തവരുടെ നേരെ മെക്കിട്ട് കയറുകയും അവർ വളർത്തി വലുതാക്കുന്ന ആൺകുട്ടികളുടെ കയ്യിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാമെന്നും പെൺകുട്ടികളെ പ്രണയത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി ലൈംഗിക അടിമകളാക്കി മാറ്റാമെന്നും ഇനി കരുതേണ്ട എന്ന് തന്നെയാണ് ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ നിലപാട്. മതസൗഹാർദ്ദം പക്ഷേ ഫാദർ പോൾ തേലേക്കാട്ട് പറഞ്ഞ മാതിരിയുള്ള സൗഹാർദ്ദം വെച്ചുകൊണ്ടിരുന്നാൽ ഇത്തരം ട്രാപ്പിൽപ്പെട്ട് നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇനിയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. അതിനാൽ ഇനി അത്തരം ദോഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ മുന്നറിയിപ്പും ബോധവൽക്കരണവും ഇവിടെ തുടരുക തന്നെ ചെയ്യും. ആ ഉത്തരവാദിത്തമാണ് സഭാപിതാക്കന്മാരും പി.സി. ജോർജ് അടക്കമുള്ളവരും ഏറ്റെടുത്തിരിക്കുന്നത്. നിരന്തരമായി തുടരുന്ന സഭാവിരുദ്ധ നിലപാടുകൾ നിമിത്തം അച്ചടക്ക നടപടി നേരിടുകയും സഭാ സമൂഹത്തിനാകമാനം തെറ്റായ കീഴ്വഴക്കങ്ങൾ മാത്രം കാട്ടിത്തരികയും ചെയ്തിട്ടുള്ള ഈ വൈദിക ഡയലോഗുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. സഭയും സഭാമക്കളും സമ്മർദ്ദത്തിലാകുന്ന ഘട്ടങ്ങളിലൊക്കെ അവരുടെ എതിരാളികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന നയം പിന്തുടരുന്ന ഇവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവിനെ പോലെ തരം താണ് പോകുന്നത് അങ്ങേയറ്റം ആപൽക്കരം തന്നെയാണ്. 3 പതിറ്റാണ്ടുകളിലധികം കേരളത്തിലെ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയും ഒരു നാട്ടിലെ ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സഭാ നിയമങ്ങൾക്ക് അനുസ്യൂതമായി ജീവിക്കുന്ന ഒരു സമുദായ സ്നേഹി എന്ന നിലയിലും വരും വരായികളും അഭിപ്രായങ്ങളും വെളിപ്പെടുത്താനുള്ള അവകാശവും തേലേക്കാട്ടിനേക്കാൾ ഉള്ള വ്യക്തി തന്നെയാണ് പി.സി. ജോർജും. അതുതന്നെയാണ് പി.സിയുടെ വാക്കുകളിൽ പ്രകടമായിരിക്കുന്നതും. അതിനർത്ഥം പി.സി പറയുന്നതെല്ലാം ക്രൈസ്തവർക്ക് വേദവാക്യമാണെന്നൊന്നുമല്ല. പക്ഷേ ലവ് ജിഹാദ് വിഷയത്തിൽ പി.സി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവർക്ക് സദാ ബുദ്ധിയുപദേശങ്ങളിലും പ്രാർത്ഥനകളും നൽകുന്ന കല്ലറങ്ങാട്ട് പിതാവ് അടക്കമുള്ള മെത്രാന്മാരും അനേകം സഭാസ്നേഹികളും വക്താക്കളും ക്രൈസ്തവ സഭയിലുള്ളപ്പോൾ ഫാദർ പോൾ തേലേക്കാട്ടിനെ പോലെ സഭ അകറ്റി നിർത്തുന്നവരെ വിളിച്ചു വരുത്തി സാമൂഹിക തിന്മകളെ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ക്രൈസ്തവരുടെ ഇടയിൽ വിലപ്പോവുകയില്ല എന്ന് കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകർ ഓർത്താൽ നന്ന്. ക്രൈസ്തവർ ടാർഗറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരെ എല്ലാം പിന്നിൽ നിന്ന് കുത്താൻ സമുദായ വിരുദ്ധർ രംഗത്തിറക്കി കളിക്കുന്ന മാധ്യമങ്ങൾ പൊതുസമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും കൂടുതൽ അപഹാസ്യരാവുക കൂടിയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.